ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് പറഞ്ഞത്. എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമുക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ദെൻ നമ്മൾ എത്ര നൊട്ടേഷൻസ് ഉണ്ട്, നമ്മൾ 5 നൊട്ടേഷൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിലെ ഫസ്റ്റ് നൊട്ടേഷനായിട്ടുള്ള ബിഗ് ഒ നൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ബിഗ് ഒ നൊട്ടേഷൻ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇനി പറയാൻ പോകുന്ന എല്ലാ നൊട്ടേഷൻസും നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ബിഗ് ഒ നൊട്ടേഷൻ എന്നുള്ളത് പഠിക്കുക. അത് പഠിച്ചപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ബിഗ് ഒ നൊട്ടേഷനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയാണ് അതിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്ന വേറൊരു ടോപ്പിക്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു 2-3 ടൈപ്പ് കോംപ്ലക്സിറ്റി നമ്മൾ പറയുന്നുണ്ട്. ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആൻഡ് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ ആ 3 ടൈപ്പ് കോംപ്ലക്സിറ്റിയിൽ ഏത് ടൈപ്പ് കണ്ടുപിടിക്കാനാണ് ബിഗ് ഒ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റണ്ണിങ് ടൈമിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ, ടൈം കോംപ്ലക്സിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എപ്പോഴും പറയുന്നത്. ടി ഓഫ് എൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ടി ഓഫ് എൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതമാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈം കോംപ്ലക്സിറ്റിയിൽ റണ്ണിങ് ടൈമിനെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്, എത്ര റണ്ണിങ് ടൈം എടുക്കും എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ റണ്ണിങ് ടൈം 3 ടൈപ്പ് ഉണ്ട്. ബെസ്റ്റ് കേസ് റണ്ണിങ് ടൈം ഉണ്ട്, ദെൻ വേഴ്സ്റ്റ് കേസ് റണ്ണിങ് ടൈം ഉണ്ട്, ആവറേജ് റണ്ണിങ് ടൈം ഉണ്ട്. ഇതിൽ അപ്പർ ബൗണ്ടാണ് ബിഗ് ഒ നൊട്ടേഷൻ നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്പർ ബൗണ്ട് ഓഫ് റണ്ണിങ് ടൈം ഓഫ് എൻ അൽഗോരിതം. ഓക്കെ, ഒരു അൽഗോരിതം റൺ ചെയ്യുന്ന മാക്സിമം ടൈമാണ് അവർ പറയുന്നത്. മാക്സിമം എത്ര സമയം കൊണ്ട് ഈ അൽഗോരിതം കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഏത് കേസ് കോംപ്ലക്സിറ്റി ആയിരിക്കും? നമ്മൾ പറഞ്ഞു ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സെർച്ചിൻ്റെ കാര്യം എടുക്കുകയാണ്. ഒരു അരയിൽ ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യുന്ന കേസാണെങ്കിൽ ഏറ്റവും ആദ്യം സെർച്ച് ചെയ്യുന്ന എലമെൻറ്റിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ അരേ നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ടി വരിക, ഒന്നുകിൽ ലാസ്റ്റ് എലമെൻ്റായി മാറുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എലമെൻ്റ് അരയിൽ പ്രസൻറ്റ് ആവാതിരിക്കുക. അത് രണ്ടും എന്താണ്, വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റിയാണ്. ദെൻ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി, ഇൻ ബിറ്റ്വീൻ ദി അരേ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുക. ഇതിൽ ഏറ്റവും മാക്സിമം ടൈം എടുക്കുക ഏതിനാണ്? ഫസ്റ്റ് എലമെൻറ്റ് തന്നെ ഫൗണ്ട് ചെയ്യുമ്പോഴാണോ, അതോ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഫൗണ്ട് ചെയ്യുമ്പോഴാണോ, അതോ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് ഫൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് ചെയ്യുക ചെയ്യുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്? എപ്പോഴാണ്? ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിൽ, ആ ഒരു അരയിൽ ആ എലമെൻറ്റ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് എടുക്കുന്നത്. ഓക്കെ, കാരണം അതിന് മുൻപൊക്കെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ നമ്പർ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് അവിടെ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിലോ അരയിൽ എലമെൻറ്റ് ഇല്ലെങ്കിലോ നമുക്ക് ത്രൂ ഔട്ട് ദ അരേ ഓൾ എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് റണ്ണിങ് ടൈമാണ് അപ്പർ ബൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ഒ നൊട്ടേഷൻ തരുന്നത്. ഓക്കെ, അത് 3 കൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇതിൽ എല്ലാ വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ബിഗ് ഒമേഗ നൊട്ടേഷൻ. നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ എന്താ പറഞ്ഞത്? എഫ് ഓഫ് എൻ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ, അല്ല എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ n0 ആൻഡ് സി ആസ് എ കോൺസ്റ്റൻറ്റ്, അല്ലേ? അത്രയാണ് എന്ത് പറഞ്ഞത്? ബിഗ് ഒ നൊട്ടേഷൻ പറഞ്ഞത്. ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്താ പറയുന്നത്? ഒമേഗ ഓഫ് ജി ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ for every positive constant c and n0 such that for all n greater than n0. നേരത്തെ സിയും n0യും ഒക്കെ കണ്ടീഷൻസ് സെയിം ആണ്. നമുക്കുള്ളത് എന്താണ്? ഒമേഗ, ബിഗ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ.
Okay, big omega of g of n equal to f of n. That is f of n equal to big omega of g of n. നേരത്തെ നമ്മൾ പറഞ്ഞത് f of n less than or equal to order of g of n എന്നായിരുന്നു. ഇവിടെ പറയുന്നത് exact equal to f of n is equal to order of g of n. അങ്ങനെയാണ് പറയുന്നത് for some n greater than n0. Okay, set of all functions whose rate of growth is same as or higher than that of g of n. സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ദാൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസിനെ അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക, ബിഗ് ഒമേഗ നൊട്ടേഷൻ പറയുന്നത്. ഓക്കെ, ഓക്കെ ഇതിൽ നമ്മൾ ജി ഓഫ് എന്നിനെ വിളിക്കുന്നത് ജി ഓഫ് എൻ ഇസ് എൻ അസിംപ്റ്റോട്ടിക് ലോവർ ബൗണ്ട് ഫോർ എഫ് ഓഫ് എൻ. എഫ് ഓഫ് എന്നിൻ്റെ ലോവർ ബൗണ്ടാണ് ജി ഓഫ് എൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ലൈഡ് കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ബിഗ് ഒമേഗ നൊട്ടേഷൻ പ്രൊവൈഡ്സ് അസിംപ്റ്റോട്ടിക് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഏതായിരുന്നു? ബിഗ് ഒ നൊട്ടേഷൻ ആയിരുന്നു. ലോവർ ബൗണ്ട് തരുന്നത് ബിഗ് ഒമേഗ നൊട്ടേഷനാണ്. ഓക്കെ, and a definition for a given function g of n, we denote omega of g of n the set of functions omega of g of n equal to f of n. There exist positive constants cn on 0 such that 0 less than or equal to c into g of n less than or equal to f of n for all n greater than or equal to n0. അതാണ് അവിടുത്തെ കണ്ടീഷൻ. എന്താണ്? c ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എന്നിനേക്കാൾ ചെറുതും സീറോയിനേക്കാൾ വലുതുമായിരിക്കണം. ഓക്കെ, എഫ് ഓഫ് എന്നിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ ആരാണ് വലുത്? എഫ് ഓഫ് എൻ ആണ് വലുത് വരുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുന്നത്. വി റൈറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ ഇഫ് ദർ ആർ പോസിറ്റീവ് കോൺസ്റ്റൻസ് എൻ സീറോ ആൻഡ് സി സച്ച് ദാറ്റ് അറ്റ് ദ റൈറ്റ് ഓഫ് എൻ സീറോ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ ഓൾവേസ് ലൈസ് ഓൺ ഓർ എബോവ് സി ഇൻറ്റു ജി ഓഫ് എൻ. അതായത് എൻ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എൻ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിന് ശേഷം എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ എപ്പോഴും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാൾ വലുതായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക? ബിഗ് ഒമേഗ നൊട്ടേഷനാണ് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും ഇവർ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് ബിഗ് തീറ്റ നൊട്ടേഷൻ. തേർഡ് നൊട്ടേഷനാണ് ബിഗ് തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ ഫംഗ്ഷൻ ജി ഓഫ് എൻ വി ഡിഫൈൻ തീറ്റ ഓഫ് ജി ഓഫ് എൻ ബിഗ് തീറ്റ ഓഫ് ജി എൻ സെറ്റ് ആസ് ദ സെറ്റ് തീറ്റ ജി ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ ഫോർ എവറി positive constants c1 and c2 and n0 such that for all n greater than n0 we have അവിടുത്തെ കണ്ടീഷൻ അവിടെയാണ് വരുന്നത് 0 less than or equal to c1 into g of n less than or equal to f of n less than or equal to c2 into g of n. അതെന്താണ് അവിടെ അങ്ങനെ പറയുന്നത്? എന്താ അങ്ങനെ പറയുന്നത്? സീറോ, അതായത് സീറോൻ്റെ ഗ്രേറ്റർ ആയിരിക്കണം എല്ലാം എന്നുള്ളത് ആദ്യമേ ഉറപ്പിച്ചു വെച്ചു. നെഗറ്റീവ് വാല്യൂസ് ഒന്നും എഫ് ഓഫ് എന്നിലും ജി ഓഫ് എന്നിലും സി ഇൻറ്റു ജി ഓഫ് എന്നിലും ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ഇത്രയും നേരവും നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റിനെ എടുത്തിട്ടുള്ളൂ. ബിഗ് തീറ്റ നൊട്ടേഷൻ പറയുമ്പോൾ നമുക്ക് c1 ആൻഡ് c2 രണ്ട് കോൺസ്റ്റൻറ്റ്സ് എടുക്കണം. ഓക്കെ, രണ്ട് കോൺസ്റ്റൻറ്റ്സിനെയും ജി ഓഫ് എൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ c1 ഇൻറ്റു ജി ഓഫ് എന്നും c2 ഇൻറ്റു ജി ഓഫ് എന്നും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കണം എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ. അതായത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ n0 എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ ദെൻ വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ ഷുഡ് ലൈസ് ബിറ്റ്വീൻ സി ഇൻറ്റു ജി ഓഫ് എൻ, c1 ഇൻറ്റു ജി ഓഫ് എൻ ആൻഡ് c2 ഇൻറ്റു ജി ഓഫ് എൻ. c1 ഇൻറ്റു ജി ഓഫ് എന്നിൻ്റെയും c2 ഇൻറ്റു ജി ഓഫ് എന്നിൻ്റെയും ഇടയിലായിരിക്കണം ആര് കിടക്കുന്നുണ്ടാവേണ്ടത്? ഫംഗ്ഷൻ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂസ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? വി ഡിഫൈൻ തീറ്റ ഓഫ് ജി ഓഫ് എൻ, എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ബിഗ് ഒ ആണ് പറഞ്ഞത്. ബിഗ് ഒയിൽ എന്താ പറഞ്ഞത്? എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ബിഗ് ഒമേഗ നൊട്ടേഷനിൽ എന്താ പറഞ്ഞത്? ബിഗ് ഒമേഗ നൊട്ടേഷനിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്
C into g of n less than or equal to f of n. C into g of n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എൻ. എഫ് ഓഫ് എന്നിനേക്കാൾ ചെറുതാണ് സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ, സീറോനേക്കാൾ വലുതുമാണ്. ഓക്കെ, അതായത് അവിടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എപ്പോഴും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ബിഗ് ഒ പഠിക്കുമ്പോൾ ബിഗ് ഒനെ നമ്മൾ എന്താ പഠിക്കുക? എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ബിഗ് ഒമേഗയാണെങ്കിലോ സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ. പ്ലസ് അവിടെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം, സീറോ എന്ന് പറയുന്നത് നേക്കാൾ വലുതായിരിക്കണം സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത്. അതും കൂടി കൂട്ടിയിട്ടാണ് അവിടെ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ എന്ന് വന്നത്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനാണ് ബിഗ് ഓമിൻ്റെ കണ്ടീഷൻ. ഓക്കെ, ബിഗ് ഒമേഗയുടെ കണ്ടീഷൻ. തേർഡ് വൺ ആണ് ബിഗ് തീറ്റ. ബിഗ് തീറ്റയിൽ എന്താ പറയുന്നത്? ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ C1 ഇൻറ്റു ജി ഓഫ് എൻ ആൻഡ് C2 ഇൻറ്റു ജി ഓഫ് എൻ. ഈ നടുക്കിലാണ് എന്ത് കിടക്കുന്നത്? എഫ് ഓഫ് എൻ കിടക്കുന്നത്. ഓൾസോ ഈ മൂന്നെണ്ണവും ഗ്രേറ്റർ ദാൻ സീറോയും ആയിരിക്കണം. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുക ജി ഓഫ് എൻ ഈസ് ആൻ അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് ബൗണ്ട് ഫോർ എഫ് ഓഫ് എൻ. ജി ഓഫ് എൻ എന്ന് പറയുന്നത് ടൈറ്റ് ബൗണ്ട്, എഫ് ഓഫ് എന്നിൻ്റെ ടൈറ്റ് ബൗണ്ടാണ്. അതെന്താ ടൈറ്റ് ബൗണ്ട് എന്ന് പറയുന്നത്? ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയിലേ എഫ് ഓഫ് എൻ വരാൻ പാടൂ, അങ്ങനെ ഒരു റൂളാണ്. അത് ടൈറ്റ് ബൗണ്ട് ഓഫ് എഫ് ഓഫ് എന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് എൻ ആണ്. എഫ് ഓഫ് എന്നിൻ്റെ ലോവർ ബൗണ്ട് നോക്കൂ, എഫ് ഓഫ് എന്നിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എവിടെ വരെ എത്താം? എഫ് ഓഫ് എന്നിൻ്റെ ഏറ്റവും ചെറിയ, അതായത് ബെസ്റ്റ് കേസ് എഫിഷ്യൻസിയാണ് പറയുന്നത്. ഏറ്റവും ചെറിയ വാല്യൂ എത്ര വരെ എത്താം? സി ഇൻറ്റു ജി ഓഫ് എൻ വരെ എത്താം. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കേസ് ആണെങ്കിൽ തന്നെ അവിടെ വാല്യൂ എന്ത് വരണം? സി ഇൻറ്റു ജി ഓഫ് എൻ വരെ വരാൻ പാടും, അതിലും താഴെ പോകാൻ പാടില്ല. ഓക്കെ, ബിഗ് ഒ വരുമ്പോഴോ അപ്പർ ബൗണ്ട്, അതായത് എന്താ പറയുക, അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര വരെ, എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ മാക്സിമം എത്ര വരെ വരാം, അതാണ് ബിഗ് ഒ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് എഫ് ഓഫ് എന്നിന് എന്ത് വാല്യൂ വരാം എന്നുള്ളതാണ് ബിഗ് ഒമേഗ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട്. ദെൻ ബിഗ് തീറ്റ എന്ന് പറയുന്നത് ടൈറ്റ് ബൗണ്ട് ഓഫ് എഫ് ഓഫ് എൻ. എഫ് ഓഫ് എന്നിലുള്ള ടൈറ്റ് ബൗണ്ട്, എവിടം തൊട്ട് എവിടം വരെ വരാനേ പാടുള്ളൂ ഈ ലിമിറ്റ്. അതായത് ഇന്നതിന് കൂടാനും പാടില്ല, ഇന്നതിന് കുറയാനും പാടില്ല. അങ്ങനെ നമുക്ക് അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസിന് തരുന്ന റിസൾട്ട് തരുന്ന അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ് ബിഗ് തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് നോക്കേണ്ടത്. ശ്രദ്ധിക്കൂ, ഇത് മൂന്നും എന്താണ് എന്നുള്ളത് നോക്കുക. ആദ്യത്തേത് എന്താ പറയുന്നത്? എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ. അതായത് C1 ഇൻറ്റു ജി ഓഫ് എന്നിൻ്റെയും C2 ഇൻറ്റു ജി ഓഫ് എന്നിൻ്റെയും ഇടയിലാണ് എഫ് ഓഫ് എൻ കിടക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നതോ എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഒ ഓഫ് ജി ഓഫ് എൻ. ജി ഓഫ് എന്നിൻ്റെ താഴെയാണ് എഫ് ഓഫ് എൻ കിടക്കുന്നത്. ഫോർ എനി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എഫ് ഓഫ് എൻ ലൈസ് അണ്ടർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. തേർഡ് ഗ്രാഫിൽ കിടക്കുന്നത് എഫ് ഓഫ് എൻ ഇസ് ഒമേഗ, ബിഗ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ ആണ്. അതായത് ആഫ്റ്റർ എ പെർട്ടിക്കുലർ വാല്യൂ n0 എഫ് ഓഫ് എൻ ഷുഡ് ബി ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. അതാണ് തേർഡ് വൺ. ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഈ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ബിഗ് ഒമേഗ ആണെങ്കിലും ബിഗ് ഒ നൊട്ടേഷൻ ആണെങ്കിലും ബിഗ് തീറ്റ നൊട്ടേഷൻ ആണെങ്കിലും മൂന്ന് നൊട്ടേഷൻ ആണെങ്കിലും ഈ ഗ്രാഫ് എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ്റെ ആദ്യത്തെ മൂന്നെണ്ണം വരുന്നത്. ഇനി ഇതിൽ തന്നെ ലിറ്റിൽ ഒ, ലിറ്റിൽ ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൊട്ടേഷൻ വരുന്നുണ്ട്. രണ്ടെണ്ണം വരും. അതും കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ലിറ്റിൽ ഒ നൊട്ടേഷനും ഉണ്ട്, ലിറ്റിൽ ഒമേഗ നൊട്ടേഷനും ഉണ്ട്. ഓക്കെ, ലിറ്റിൽ തീറ്റ എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. ലിറ്റിൽ ഒ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ബൗണ്ട് പ്രൊവൈഡഡ് ബൈ ബിഗ് ഒ നൊട്ടേഷൻ മേ ഓർ മേ നോട്ട് ബി അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ്. അതായത് ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുന്നത് ടൈറ്റ് വാല്യൂ അല്ല. നമ്മൾ പറഞ്ഞല്ലോ ടൈറ്റ് ബൗണ്ട് എന്ന് പറയുന്നത് ആരെ മാത്രമാണ്? ബിഗ് തീറ്റ നൊട്ടേഷനെ മാത്രമാണ് അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് ബൗണ്ട് എന്ന് പറഞ്ഞത്, അല്ലേ? മറ്റത് രണ്ടും ടൈറ്റ് ബൗണ്ട് ആയിരിക്കണം എന്നില്ല. അതെന്താ ടൈറ്റ് ബൗണ്ട് ആയിരിക്കണം എന്നില്ല പറയുന്നത്? അതായത് അത് ചിലപ്പോൾ ഒറിജിനൽ എഫ് ഓഫ് എൻ വാല്യൂവിനെക്കാട്ടിലും
ഒരുപാട് അകന്നിട്ടായിരിക്കാം എന്ത് കിടക്കുന്നത്, സി ഇൻറ്റു ജി ഓഫ് എന്നിൻ്റെ വാല്യൂ. അത് ലിറ്റിൽ ഒ ആണെങ്കിലും ബിഗ് ഒ ആണെങ്കിലും ബിഗ് ഒമേഗ ആണെങ്കിലും രണ്ടാണെങ്കിലും ആക്ച്വൽ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂവിൽ നിന്ന് ഒരുപാട് ലീനിയർലി ചേഞ്ച്, അതായത് ഒരു ഫാർ അവേ ആയിട്ടായിരിക്കും സി ഇൻറ്റു ജി ഓഫ് എൻ കിടക്കുന്നത്, അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് സി ആൻഡ് അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻ ജി ഓഫ് എൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒരിക്കലും നമുക്കൊരു ടൈറ്റ് ബൗണ്ട് കിട്ടില്ല. അതായത് ഇന്ന വാല്യൂവിൻ്റെ താഴെ മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ 5-നേക്കാൾ എബോവ് ആണ് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ, എഫ് ഓഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ 5-നേക്കാൾ മുകളിലേ വരാൻ പാടൂ എന്ന് നമ്മൾ പറയുകയാണ്. ദെൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 100ഉം 1000ഉം 1 lakhഉം ഒക്കെ ആയിക്കൂടെ അല്ലേ? അപ്പോൾ നമുക്കതൊരു പ്രഡിക്ഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു അൽഗോരിതം അനാലിസിസിൽ നമുക്കൊരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം, വേണ്ടേ? അപ്പോൾ ഒരു ടൈറ്റ് ബൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്കതിനെ എഫിഷ്യൻസി എത്ര ഉണ്ട് എന്നുള്ളത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ബിഗ് ഒ നൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ചിലപ്പോൾ ആ ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ടൈറ്റ് അല്ല, അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് അല്ല, ഏകദേശം കറക്റ്റായിട്ടാണ് വരിക, എന്നാലും അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് ബൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Okay, we use little o notation to denote an upper bound that is not asymptotically tight. Asymptotically tight ആയിട്ടുള്ള ആ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലിറ്റിൽ ഒ നൊട്ടേഷൻ യൂസ് ചെയ്യും. നോക്കൂ, വി ഫോർമലി ഡിഫൈൻ ഓർഡർ ഓഫ് ജി ഓഫ് എൻ ആസ് ദ സെറ്റ് for any positive constant c greater than 0, there exists a constant n0 such that 0 less than or equal to f of n less than or equal to c into g of n for all n greater than or equal to n0. നമ്മളത് പറഞ്ഞു, ഏത് ഓർഡർ ഓഫ് ജി ഓഫ് എൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇൻ ദ ഓ നൊട്ടേഷൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ബിക്കംസ് ഇൻസിഗ്നിഫിക്കൻറ്റ് റിലേറ്റീവ് ടു ജി ഓഫ് എൻ ആസ് എൻ അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി. അതായത് എൻ ഇൻഫിനിറ്റി ആകുമ്പം എഫ് ഓഫ് എൻ ബൈ ജി ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായി മാറും? 0 ആയി മാറും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അത്രയാണ് എന്തിൽ പറയുന്നത്? ലിറ്റിൽ ഒ നൊട്ടേഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് അല്ലാത്ത കേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് നൊട്ടേഷനാണ്. അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് അല്ലാത്ത കേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ ടൈറ്റ് ബൗണ്ട് അല്ല കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ എൻ ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എൻ ഇൻഫിനിറ്റി ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ലിറ്റിൽ ഓല് പറയുന്നത്. അതും കൂടിയും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലിറ്റിൽ ഒമേഗ എന്ന് പറയുന്നതും. ലിറ്റിൽ ഒമേഗയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലോവർ ബൗണ്ടാണ്, ദാറ്റ് ഈസ് നോട്ട് അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ്. അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് അല്ലാത്ത ലോവർ ബൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ ഒമേഗ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഡെഫിനിഷൻ ഉണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് 2 പോയിൻ്റാണ്. ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് ഞാൻ ലിറ്റിൽ ഒ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. അതാണ് അവിടുത്തെ വ്യത്യാസം. ബിഗ് ഒ ആണെങ്കിൽ അവിടെ നമ്മൾ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്നാണ് പറഞ്ഞത്. ലിറ്റിൽ ഒ ആണെങ്കിൽ നമ്മൾ പറയുന്നത് എഫ് ഓഫ് എൻ ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. കണ്ടോ, എഫ് ഓഫ് എൻ ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. അപ്പോൾ അവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഒഴിവായി. ഓക്കെ, ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സാക്റ്റ് അപ്പർ ബൗണ്ട് കിട്ടില്ല, ഈ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ അതൊരു ടൈറ്റ് ബൗണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ബിഗ് ഒ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത് കൊണ്ട് അത് ഒന്നുകിൽ ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എന്നും ആവാം. അപ്പോൾ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമുക്ക് അസിംപ്റ്റോട്ടിക്കലി നോട്ട് ടൈറ്റ് ആയിട്ടുള്ള വാല്യൂവിനെ കണ്ടുപിടിക്കാൻ, വിച്ച് ഈസ് നോട്ട് അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ്, അങ്ങനെയുള്ള വാല്യൂസിനെ കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലിറ്റിൽ ഒയും ലിറ്റിൽ ഒമേഗയും ഉപയോഗിക്കുന്നത്. ലിറ്റിൽ ഒമേഗയിലാണെങ്കിലും സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ എഫ് ഓഫ് എൻ എന്നേ പറയുന്നുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നില്ല. ആ ഈക്വൽ ടു അവിടെ എടുത്ത് മാറ്റി. ഓക്കെ, അത് തന്നെ, ആ ഒരു വ്യത്യാസം മാത്രമാണ് ലിറ്റിൽ ഒമേഗയിലും ഉള്ളത്.
ഓക്കെ, ഇത് രണ്ടും രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ എടുത്ത പി പി ടികളിൽ നിന്ന് മെർജ് ചെയ്തതാണ്. സെയിം കാര്യമാണ് രണ്ടിലും പറയുന്നത്. ഒന്ന് അപ്പർ ബൗണ്ടാണ്, ഒന്ന് ലോവർ ബൗണ്ടാണ്. ഒ എന്ന് പറയുന്ന നൊട്ടേഷൻ, ഓർഡർ ഓഫ് എന്ന് പറയുന്ന നൊട്ടേഷൻ അപ്പർ ബൗണ്ടാണ്. അതുപോലെ തന്നെ ഒമേഗ നൊട്ടേഷൻ ലോവർ ബൗണ്ടാണ്. അതിൽ തന്നെ ബിഗ് ഒയും ബിഗ് ഒമേഗയും ടൈറ്റ് അപ്പർ ബൗണ്ടും ടൈറ്റ് ലോവർ ബൗണ്ടുമാണ്. ലിറ്റിൽ ഒയും ലിറ്റിൽ ഒമേഗയും ദാറ്റ് ഈസ് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് ദാറ്റ് ഈസ് നോട്ട് അസിംപ്റ്റോട്ടിക്കലി ടൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 5 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ബിഗ് തീറ്റ, ബിഗ് ഒമേഗ ആൻഡ് ലിറ്റിൽ തീറ്റ, ലിറ്റിൽ ഒമേഗ, ഈ 4 കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. 4 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. കണ്ടീഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജിൽ എഴുതി വയ്ക്കുക. 5 അസിംപ്റ്റോട്ടിക് നൊട്ടേഷനും ഓരോ കണ്ടീഷൻസ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ്. ബിഗ് ഒ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ലിറ്റിൽ ഒ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. ദെൻ ബിഗ് ഒമേഗ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ. ലിറ്റിൽ ഒമേഗ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ എഫ് ഓഫ് എൻ. ദെൻ ബിഗ് തീറ്റ ആണെങ്കിലോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C1 G ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 G ഓഫ് എൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. അത് ബൈ ഹാർട്ട് പഠിക്കരുത്. ഓരോ നൊട്ടേഷനും എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള രീതിയിൽ എങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമുക്ക് ബിഗ് ഒ ആയിട്ടും ലിറ്റിൽ ഒ ആയിട്ടും ബിഗ് തീറ്റയായിട്ടും ലിറ്റിൽ ഒമേഗ ആയിട്ടും ഒക്കെ എഴുതാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തന്നെ അത് ബൈ ഹാർട്ട് പഠിക്കും. ഓക്കെ, അടുത്തത് കുറച്ച് ഇതിൻ്റെ കമ്പാരിസൺസ്, ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഇക്വേഷൻസൊക്കെ പഠിക്കാനുണ്ട്. ഒരു തിയറം ഒക്കെ നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.